അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമൂസ് കടലിടുക്കിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയതോടെ ആഗോള സമ്പദ്വ്യവസ്ഥ വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് വരുന്നതും അവിടെ നിന്ന് പോകുന്നതുമായ കപ്പലുകൾ തടയുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അനധികൃതമായി ടോൾ നൽകുന്ന കപ്പലുകളെയാണ് താൻ ലക്ഷ്യം വെക്കുന്നതെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി. പാകിസ്ഥാനിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതിന് തൊട്ട് പിന്നാലെയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നും ഈ കടുത്ത നീക്കം ഉണ്ടായിരിക്കുന്നത്. ഈ ഉപരോധം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ചൈനീസ് കറൻസിയായ യുവാൻ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്ന കപ്പലുകളെയാണെന്നും പറയുന്നു. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പെട്രോ ഡോളർ വ്യവസ്ഥയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതിനും അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാനുമാണ് പല കപ്പലുകളും ചൈനീസ് യുവാൻ ഉപയോഗിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ചൈനയെയും ഇറാനെയും ഒരേ സമയം നേരിടാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി ഈ രണ്ട് രാജ്യങ്ങളും ഇതിനകം തെളിയിച്ചു എന്നത് ട്രംപിന് വലിയൊരു വെല്ലുവിളിയുമാണ്. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ആഗോള വിപണിയിൽ ഇപ്പോൾ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഫലമായിട്ടാണ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $140 മുകളിലേക്ക് കുതിച്ചുയർന്നത്. എണ്ണയ്ക്ക് പുറമെ വളം, അലൂമിനിയം, പ്ലാസ്റ്റിക്, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെയും വില കുത്തനെ വർദ്ധിച്ചു. സൗദി അറേബ്യയിലെ കെമിക്കൽ പ്ലാന്റുകൾക്ക് ഇറാൻ മിസൈൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചത് പാക്കേജിംഗ് സാമഗ്രികളുടെ ക്ഷാമത്തിനും കാരണമായിട്ടുണ്ട്. ഇത് വികസ്വര രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള ഭക്ഷ്യക്ഷാമത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും വഴിവെച്ചേക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സാമ്പത്തിക യുദ്ധത്തിൽ അമേരിക്കയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യം അവസാനിക്കുന്നതിന്റെ ചില സൂചനകളാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. ലോകം പുതിയൊരു സാമ്പത്തിക ക്രമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉപരോധങ്ങൾ അമേരിക്കയുടെ ശക്തമായ ഒരു ആയുധമായിരുന്നെങ്കിൽ ഇന്ന് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ അതിന് ശക്തമായ മറുപടി തന്നെ നൽകുന്നുണ്ട്. ആഗോള വ്യാപാര ബന്ധങ്ങളിലെ വിള്ളലുകൾക്ക് മൂലം ഇന്ത്യ, അമേരിക്ക, ചൈന, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. തന്ത്രപ്രധാനമായ വസ്തുക്കളുടെ ഇറക്കുമതിക്കായി മറ്റു രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് സുരക്ഷാ ഭീഷണിയാണെന്ന് ഈ രാജ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്നത് കുറക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ പുതിയ പൈപ്പ് ലൈനുകൾ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം നീണ്ടു നിൽക്കുന്നത് ലോകം എമ്പാടും പണപ്പെരുപ്പം വർദ്ധിക്കാൻ കാരണവുമാകുന്നു. ഇറാൻ പൂർണ്ണമായി കടലിടുക്ക് അടക്കുന്നതിന് പകരം കപ്പലുകളുടെ ഗതാഗതം ഭാഗികമായി നിയന്ത്രിച്ചുകൊണ്ട് തങ്ങളുടെ അധികാരം പ്രയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്നാൽ ഹോർമൂസിലേക്ക് പ്രവേശിക്കുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്യുന്ന എല്ലാ കപ്പലുകളെയും തടയുമെന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിക്കുകയാണ്. ഇറാനികൾ കടലിടുക്കിൽ സ്ഥാപിച്ച മൈനുകളും അമേരിക്ക നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. അമേരിക്കൻ സൈന്യത്തിന് നേരെ വെടിയുതിർത്താൽ നരകമായിരിക്കും ഫലം എന്നും നിയമവിരുദ്ധമായ കൊള്ളയടിക്കലിനെ ഇറാനെ അനുവദിക്കില്ലെന്നും ട്രംപ് പറയുന്നു. എന്നാൽ ഹോർമൂസ് ഉപരോധിക്കാനുള്ള ട്രംപിന്റെ നീക്കത്തെ വെല്ലുവിളിക്കുകയാണ് ഇറാൻ. അമേരിക്കയുടെ ഭീഷണിക്കെതിരെ പാകിസ്ഥാനിൽ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫും IRGCയും രംഗത്ത് വന്നിട്ടുണ്ട്. ഹോർമൂസ് ഉപരോധിക്കാനുള്ള നീക്കം ഇറാനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് ഗാലിബാഫ് പറയുന്നത്. ഒരു ഭീഷണിക്ക് മുന്നിലും ഇറാൻ മുട്ടുമടക്കില്ലെന്ന മുന്നറിയിപ്പും ഗാലിബാഫ് നൽകിയിട്ടുണ്ട്. അതേസമയം ഒരു പടി കൂടി കടന്ന് അമേരിക്കയ്ക്ക് ശക്തമായ ഒരു താക്കീതാണ് IRGC നൽകുന്നത്. ഹോർമൂസ് ജലപാതയിലെ തെറ്റായ നീക്കങ്ങൾ ശത്രുവിനെ മരണച്ചുഴിയിൽ പെടുത്തും എന്നായിരുന്നു IRGCയുടെ മുന്നറിയിപ്പ്. ഹോർമൂസ് വഴി വരുന്ന സൈനിക കപ്പലുകളെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നേരിടുമെന്ന് മുന്നറിയിപ്പ് IRGC ആവർത്തിച്ചു പറയുന്നു. ചരക്ക് കപ്പലുകൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ കപ്പലുകൾ ഹോർമൂസ് വഴി കടത്തിവിടുമെന്നും IRGC വ്യക്തമായി പറയുന്നു.